ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ വാഹനങ്ങളും ഒരു ഇലക്ട്രിക്കൽ വാഹനമാണ്. ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സർവീസും കാര്യങ്ങളും, അതേമാതിരി തന്നെ ബ്രേക്ക് സർവീസ്, ഓയിൽ ഫിൽട്ടർ ചേഞ്ച്, അതേമാതിരി തന്നെ കൂളൻ്റ് റിപ്ലേസ്, സസ്പെൻഷൻ ജോബ്, ഇങ്ങനെയുള്ള എല്ലാ ജോബുകളും നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കുറച്ച് വാഹനങ്ങൾ, അതേമാതിരി തന്നെ ആക്സിഡൻറ്റ് ഇത് കണ്ടല്ലോ, കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് വന്നിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതിപ്പോൾ റിക്കവറിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതേമാതിരി തന്നെ ഇപ്പോഴത്തെ സൈഡിൽ മറ്റ് 2-3 ടെസ്ല വർക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ ക്വാർട്ടർ പാനലും അതേമാതിരി ഡോറും കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ചാർജിങ് യൂണിറ്റും എല്ലാം തന്നെ ഡാമേജ് ആണ്. അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന കംപ്ലീറ്റ് വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ഇതിൻ്റെ നമ്മൾ ക്വാർട്ടർ പാനലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ പാനലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നമ്മൾ ക്വാർട്ടർ പാനലിൻ്റെ വർക്കിംഗ് ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ പാനൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ചാർജിങ് യൂണിറ്റും അതേമാതിരി തന്നെ അതിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ക്വാർട്ടർ പാനലിൻ്റെ ഡോറൊക്കെ മാറാൻ പോകുന്നൊരു വണ്ടിയാണ്. ഇത് ഞാൻ ഫുള്ളായിട്ടും ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ അതേമാതിരി തന്നെ നമ്മൾ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാർട്ടർ പാനൽ ഓൾറെഡി റെഡി ആയിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ ഡോറ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ വർക്കും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ പാർട്സ് എല്ലാം തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്വാർട്ടർ പാനൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മളെ കയ്യിൽ സ്റ്റോക്കായിട്ട് ക്വാർട്ടർ പാനൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അതേമാതിരി തന്നെ ഇതിൻ്റെ ചാർജിങ് യൂണിറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പുതിയതായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. ഇത് ചാർജിങ്ങിൻ്റെ കണക്ടർ കുത്തുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇത് അഴിച്ചെടുക്കുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് അഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ടൂൾസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കവറും കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമെല്ലാം തന്നെ നമ്മൾ ഒറിജിനൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ അഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കപ്ലറും കാര്യങ്ങളും ബാറ്ററി വയറും കാര്യങ്ങളും എല്ലാം അഴിച്ചെടുക്കണം. അതിനുശേഷം സേഫ്റ്റിയോട് കൂടി മാത്രമേ ഇതൊക്കെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ, ഇതിൻ്റെ ബാറ്ററി വയറും കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഓക്സിലറി ബാറ്ററി ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അതേമാതിരി തന്നെ അതിൻ്റെ എമർജൻസി കേബിൾ ഒരു കപ്ലർ വരുന്നുണ്ട്, അതും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ മെയിൻ ബാറ്ററിയുടെ ഒരു കപ്ലറും കൂടി നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വർക്ക് ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ക്വാർട്ടർ പാനലും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, വാഹനത്തിൻ്റെ അകത്തും കവറും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡോറ് നമ്മൾ മാറണം. അതേമാതിരി തന്നെ ക്വാർട്ടർ പാനൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഒന്ന് അഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പാർട്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും മാറുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ അടുത്തൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതിപ്പം ഏകദേശം കഴിഞ്ഞ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇതിപ്പം കണ്ടല്ലോ, ഇതിപ്പോൾ ടെസ്ലയുടെ ഏത് മോഡലാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പം വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ഡോറ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ ഞാൻ അതും കൂടി ഞാൻ ആഡ് ചെയ്തേനെ. അപ്പോൾ ഇത് മറ്റെവിടെയല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ആര്യ ഓട്ടോയിലാണ്. ആര്യ ഓട്ടോയിലെ പ്രീമിയം സെഗ്മെൻറ്റിലാണ് ഈ വാഹനങ്ങളുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡോറ് നമുക്ക് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് വഴി നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഡോറും അതേമാതിരി തന്നെ എല്ലാ ഡോറുകളും നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ഓഫ് ചെയ്യാനും അതേമാതിരി തുറക്കാനും ക്ലോസ് ചെയ്യാനും എല്ലാം തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഏകദേശം ഡെലിവറിക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോറ് എല്ലാം തന്നെ ഡോർ ക്ലോസ് ചെയ്യാനും അതേമാതിരി തന്നെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, എല്ലാം തന്നെ നമുക്കിവിടെ ഓപ്പണിങ് ചെയ്യാനും അതേമാതിരി തന്നെ ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങളുടെയും അതേമാതിരി തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെയൊക്കെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.